ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഞാനിന്ന് എത്തിയിട്ടുള്ളത് നല്ലൊരു അടിപൊളി കാസർഗോഡ് നീലേശ്വരത്തെ ഒരു അടിപൊളി വൈബ് സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സ്ഥലം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഏകദേശം എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെ ആയിരിക്കും നമ്മളെ കോട്ടപ്പുറം ഹൗസ് ബോട്ട് ടെർമിനൽ. പക്ഷെ നമ്മളെ നീലേശ്വരം കാസർഗോഡുള്ള ആൾക്കാർ ആരെങ്കിലും ഈ സ്ഥലം വിസിറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് വിസിറ്റായ ഒരു സ്പോട്ട് തന്നെയാണ്. നമ്മളെ വൈകുന്നേരങ്ങളിൽ നമ്മളെ കുട്ടികളെയും കൊണ്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടോ നല്ല നമുക്കൊരു എൻജോയ് ചെയ്യാൻ പറ്റും നല്ലൊരു വൈബ്, ഒരു പൊളി സ്ഥലം എന്ന് വേണം നമുക്ക് പറയാം ഹൗസ് ബോട്ട് ടെർമിനൽ. അപ്പോൾ ഇപ്പോൾ നമുക്ക് അതിൻ്റെ എൻട്രൻസിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാത്ത ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരു വൈകുന്നേരം നല്ലൊരു നമ്മളൊരു മൂഡൊന്ന് ഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണിത്. അപ്പോൾ നമുക്ക് കയറിയിട്ട് വരുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന ഇതാണ്. 2 ഷെൽഫ് നിറച്ചും പുസ്തകങ്ങളുണ്ട്. അത് അവിടെ നമുക്ക് പുസ്തകം വായിക്കാൻ ക്രേസ് ഉള്ളവർക്കാണെങ്കിൽ ഷെൽഫിൽ നിന്ന് ഏതെങ്കിലും ഒരു പുസ്തകം എടുത്തിട്ട് നമുക്ക് ഈ കായലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഇവിടെ ഇരുന്ന് വായിക്കാം. ഇപ്പം നല്ലൊരു എന്താ പറയുക, സാഹിത്യവും എല്ലാം ബന്ധമുള്ള ആൾക്കാർക്കൊക്കെ നല്ലൊരു ഏരിയ ആണ്. ഒരു സ്വസ്ഥമായിട്ടൊരു സ്ഥലത്തിരുന്ന് ബുക്ക് വായിക്കണം, റീഡിങ് ഹാബിറ്റൊക്കെ ഉള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇടാം. ഇപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു കായലാണ്. അപ്പോൾ ഒരുപാട് ഹൗസ് ബോട്ട് സർവീസും ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഹൗസ് ബോട്ടിൽ 1 ഡേ പിക്നിക് ആണെങ്കിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഫാമിലിയോ അല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ടൊരു 1 ഡേ പിക്നിക് ആണെങ്കിൽ നമുക്ക് ഹൗസ് ബോട്ടിൽ ഈ കായൽ മൊത്തം ചുറ്റിക്കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ പുസ്തകം വായിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഈറ്റിംഗ് ഹാബിറ്റ്സ് ആണെങ്കിൽ ഇവിടെ 2 ഷോപ്പ് അവൈലബിൾ ആയിട്ടുണ്ട്. ഐസ്ക്രീം, ഷേക്ക്, അതുപോലെ തന്നെ ഹോർലിക്സ്, ചായ, എണ്ണ പലഹാരങ്ങൾ ഇപ്പോൾ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഓർഡർ ചെയ്തിട്ട് ഇവിടുന്ന് സാധനം വാങ്ങിയിട്ട് പിന്നെ ചായ എന്തായാലും ഈ ഒരു കായലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഈ ഒരു കായൽക്കരയിൽ ഇരുന്നിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ അത് കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു എന്താ പറയുക, അത് ശരിക്കും പോയാൽ നമുക്കൊരു ഇവിടുന്ന് വീട്ടിലേക്ക് തിരിച്ച് വരാൻ വേണ്ടി പറ്റൂല. അത്രയും നല്ലൊരു സ്പോട്ടാണിത്. ഞങ്ങൾ അധികം പോകുന്നത് നാട്ടിലേക്ക് വരുമ്പോൾ ഒരു 5 പ്രാവശ്യമെങ്കിലും ഇവിടെ പോകാറുണ്ട്. അതും വൈകുന്നേരം ആയിരിക്കും അധികം പോവാം. വൈകുന്നേരമാണ് ഇവിടെ കാണാൻ കുറച്ചുകൂടി ഭംഗി. ഒരു സൺലൈറ്റിൻ്റെ ഒരു ഇതൊക്കെ ആയിട്ട് വൈകുന്നേരം നല്ല തിരക്കാണ് അത്യാവശ്യമായിട്ട് ഉണ്ടാവുന്നത്. സാധാരണ പൊതുവെ ഇത്ര ഉണ്ടാവാറില്ല കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം പോയിട്ട് നമ്മൾ നല്ല തിരക്ക് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളെ മെയിൻ പർപ്പസ് പറഞ്ഞാൽ കായലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ചായ കുടിക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ കാശിക്കോട്ടിന് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് വരുന്നതൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഞാൻ പറഞ്ഞ സ്നാക്സും എല്ലാം അവൈലബിൾ ആവുന്ന ഷോപ്പ്. അപ്പം നമ്മളെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ആവശ്യമുള്ള ഊഞ്ഞാലും എല്ലാം ഇതിൻ്റെ പുറത്ത് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ സെഷന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയും ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ നമ്മൾ നീലേശ്വരത്ത് ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.